എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് ആയാലോ? കഴിഞ്ഞ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ കമന്റും ലൈക്കും അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ മൈ ലൈഫ് തുടങ്ങാം. എൻ്റെ മുഖത്ത് എന്താ ഒരു എണ്ണമയെന്നല്ലേ? ഞാൻ വെളിച്ചെണ്ണ തേച്ചതാ കേട്ടോ. എന്തിനാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്താ വെളിച്ചെണ്ണ തേക്കാൻ വേണ്ടി തോന്നി. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഗൈസ്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഏട്ടൻ ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും വരുന്ന ഒരു സമയത്താണ്, ഞായറാഴ്ചയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോവാറ്. അപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഏട്ടൻ വരുമ്പോഴത്തേന് ഞാൻ മാറ്റി നിൽക്കണം. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. പിന്നെ അടിച്ചോരി തുടച്ചിട്ടൊക്കെ വേണം അമ്പലത്തിൽ പോവാൻ. അടിച്ചോരി തുടക്കൽ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല, എന്തായാലും അലക്കിയിടണം. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് തുടങ്ങിയാലോ ഗൈസ്? അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ തേക്കാൻ വേണ്ടി പോവാണ്. മുടിയൊക്കെ പരത്തിയിട്ടിട്ടുണ്ട്. കടുപ്പും ഇതൊക്കെ നല്ല ചളി ഉണ്ടാവും. ഞാൻ കുറച്ച് ദിവസമായത് എന്താ അടക്കി പറക്കി വെച്ചിട്ട്. ഞാൻ തേക്കണ വെളിച്ചെണ്ണ ഇതാട്ടോ. ഇതെൻ്റെ അമ്മ യൂനിബീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രൊഡക്റ്റാണിത്. അടിപൊളി ഓയിലാണ്. എന്താ പറയുക, ഡാൻഡ്രഫിനും മുടി ഗ്രോത്ത് കിട്ടാനൊക്കെ അടിപൊളി കിട്ടും. ഞാൻ ഇതപ്പം തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ല റിസൾട്ട് ഉണ്ടല്ലോ. എൻ്റെ മുടി നല്ല കൊഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ. അതിൻ്റെ ശേഷം എൻ്റെ അമ്മ അങ്ങനെ സജഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ തേക്കാൻ നല്ലൊരു മാസമായി. എനിക്ക് നല്ല മാറ്റാട്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നല്ല മുടി കൊഴിയുണ്ട്, ഞാൻ മുടി അങ്ങനെ അറക്കാറില്ല എന്നൊക്കെ. അന്ന് ഈ സംഭവം ഞാൻ തേക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കേ തല നനയ്ക്കാറുള്ളൂ. തല നനയ്ക്കുന്ന ദിവസം ഞാൻ ഈ വെളിച്ചെണ്ണ ഇട്ടിട്ടോ തല നനയ്ക്കുക. ഇത് നമ്മുടെ അടുത്ത് കുറേ സെയിൽ പോയിട്ടുണ്ട്. ഗൾഫിലേക്കൊക്കെ കേട്ടോ ഇത് എന്താ പറയുക മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് വെളിച്ചെണ്ണ തേക്കാം പ്ലീസ്. അങ്ങനെ അതാ ഞാൻ മുടി രണ്ട് സൈഡൊക്കെ ആക്കി നല്ല വലിയ പല്ലുള്ള ചെറുപ്പായിട്ട് നല്ല കെട്ടൊക്കെ അറുത്തിട്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണ തേച്ചത്. അടിപൊളി വെളിച്ചെണ്ണ കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ തേച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളോട് പറയണത്. അതേപോലെ യൂനിബീസിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് നല്ല റിസൾട്ട് തന്നെ കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എവിടെ വേണമെങ്കിലും എത്തിച്ചേരും കേട്ടോ. ഇത്രയും മുടിയാണ് ഇപ്പോൾ ഒരു ശീലം വന്നു കേട്ടോ. മനസ്സൊക്കെ ഉണ്ട്, ഇതിലും കൂടുതലായിരുന്നു ഇപ്പോൾ കുറവാണ്. അപ്പോൾ സെറ്റാണ്. അപ്പം ഞാൻ അടിച്ചോരിയിട്ട് തിരുമട്ടെ ഗൈസ്. നേരം പരപരാന്ന് എടുത്തു ഗൈസ്. ഞങ്ങൾ തിരുമണ കല്ലാട്ടോ കാണുന്നു. എന്ത് വലിയ കല്ലാലേ. ഗൈസ് അങ്ങനെ നമ്മുടെ മുറ്റടിച്ചോറ് കഴിഞ്ഞു കേട്ടോ. അലക്കാൻ പോട്ടെ, അലക്കിയിട്ട് വരാം ഗൈസ്. എൻ്റെ പ്ലാനുകളൊക്കെ തെറ്റിയിട്ടോ. ഞാൻ അലക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ ഏട്ടൻ പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. കൂടെ അർച്ചന വന്നിട്ടുണ്ടായിരുന്നു. അർച്ചന ഏട്ടൻ്റെ ഫ്രണ്ടാട്ടോ, കൂടെ അവിടെ വർക്ക് ചെയ്യണതാണ്. അപ്പം ഞാൻ തലേ ദിവസം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിൽ പോവാം. ഏട്ടൻ്റെ കൂടെ വായോ പറഞ്ഞ് ഞാൻ വിളിച്ചെടുത്തതാണ്. അവൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം കുളിച്ച് മാറ്റി ഇതാ അമ്പലത്തേക്ക് ഞങ്ങൾ പോകുന്നു കേട്ടോ. ശിശിരി സീതാട്ടനോട് കേട്ടോ ഞങ്ങളൊക്കെ കൂടെ. അങ്ങനെ അതാ ഞങ്ങൾ 5 ആളും കൂടിയിട്ട് ഫസ്റ്റ് അമ്പലത്തിലെത്തി. ഇതൊരു ശിവൻ്റെ അമ്പലം കേട്ടോ. ഇതൊരു കുഞ്ഞൊരു അമ്പലമാണ്. ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ. ഇവിടെ കുരങ്ങന്മാരെ ശല്യമായതുകൊണ്ട് ഫ്രണ്ടത്തെ ഡോറൊക്കെ എപ്പോഴും അടച്ചൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഞങ്ങൾ മുന്നേ ഞാനും വിഷ്ണാനും കൂടി ഒരു വട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതു നേരെ ഇതാ പുറത്ത് ഗണപതിൻ്റെ അടക്ക് വന്നിട്ട് ഞങ്ങൾ വലം വെച്ചിട്ട് ഇനി പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ഈ അമ്പലത്തിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ പൂച്ചകളുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല, വഴിപാടാണോ എന്താ സംഭവം എന്നറിയില്ല. നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് നായ്ക്കളുള്ള പോലെ തന്നെ ഇവിടെ പൂച്ചകളുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ നടക്കണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇതാ ഉള്ളിൽ നിന്ന് പുറത്ത് വലം വെക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അമ്പലത്തിൽ തന്നെയാണോ അടക്കാണോ പേരക്കല്ലേ? ഇവിടുത്തെ അമ്പലത്തിൽ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്ത് പ്രതിഷ്ഠയൊക്കെ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ പേര് പോലും എഴുതി വെച്ചിട്ടില്ല. ചിലയിടത്തൊക്കെ തമിഴിൽ എഴുതിയിട്ടുണ്ട്. തമിഴ് നമുക്ക് അറിയില്ലല്ലോ, ജസ്റ്റ് ഇംഗ്ലീഷിലെങ്കിലും എഴുതി വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിരുന്നു. അതൊന്നും ഇല്ലാതെ ഞാൻ എല്ലായിടത്തും തോന്നാം ശിവായ കേട്ടോ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വലം വെച്ച് വന്നപ്പോഴത്തേന് ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു, പൊങ്കൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകുന്നു. ഇന്ന് ഇവിടെ എന്തോ വിശേഷാൽ ദിവസമായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്നാന്ന് അറിയില്ലായിരുന്നു. അവിടെ പുറത്തിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. താമര ഒട്ടിക്കോ? ആമ്പല് താമരയോ?
താമരക്കുളം വിചാരിച്ച് മണ്ടി പോയതാട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ആമ്പലായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങളത് പൊട്ടിക്കണോ പൊട്ടിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കാട്ടോ. അതുകൊണ്ട് അല്ല പരിപാടി പ്രോഗ്രാം തമിഴ് திருவாங்க இது இப்போ ஸ்டார்ட் பண்ணுவாங்க சாயந்தரத்துக்கு தான் முடியும். இன்னும் ஒரு நாள் അതെന്താണ് ഞാൻ തർജ്ജമ മനസ്സിലായി ഒപ്പിച്ചില്ലേ? ഇതെന്തോ പൂവാണ് ഗൈസ്, പൂവ്. എങ്ങനെ വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. രണ്ടും കൽപ്പിച്ച് വിഷ്ണുട്ട് അതിസാഹസികമായിട്ട് ആമ്പൽ പറിക്കാൻ ഇറങ്ങാട്ടോ. പക്ഷെ അത് കിട്ടില്ല, 100% ഉറപ്പാണ് കിട്ടില്ല. അത് അത്രയും ലോങ്ങിലാണ്. പിന്നെ അവിടെ നല്ല ആളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടനെ കുറേ തിരിച്ച് വിളിക്കുന്നുണ്ട്, പക്ഷെ ഏട്ടൻ ഇത് പൊട്ടിക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ മിഷീൻ ഇവിടെ നിന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊട്ടിക്കഴിച്ചാൽ അവിടെ കുറച്ച് കരൊക്കെ കാണാണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സംഭവം ആളുണ്ടായിരുന്നു. ഒരു പൂതിക്കാണ് ഞങ്ങൾ ഇത് പൊട്ടിക്കാന്ന് പറഞ്ഞത്. ഏട്ടൻ രണ്ട് കൽപ്പിച്ച് ഇറങ്ങുന്ന തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇറങ്ങാന്നുള്ള കേട്ടോ. അങ്ങനെ ഏട്ടൻ അതിസാഹസികമായിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ കര കാണാനുണ്ട്, പിന്നെ ചെറിയ സ്റ്റെപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ അധികം പേടി ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ പേടി ഉണ്ടായിരുന്നേ. അല്ല ഫൈനലി നമ്മൾ അതിസാഹസികമായി ആമ്പൽ പൊട്ടിച്ചിരിക്കുന്നു. ചെറുത് പൊട്ടിച്ചോ? പൊട്ടിച്ചേക്ക്, ഒരു വൈക്ക് പോവല്ലേ. ശിവന്റെ അമ്പലം. വെള്ളം മണക്കുണ്ടോ? സ്മെല്ലുണ്ടോ? നല്ലപോലെ കൈ വെക്കണോ? അത് ശരിയാണ്. അങ്ങനെ നമ്മൾ അതിസാഹസികമായി അമ്പലം പൊട്ടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആമ്പലൊക്കെ പൊട്ടിച്ചതാ പോരാട്ടോ. നമ്മളിനി അടുത്ത അമ്പലത്തേക്ക് പോകണം ഗൈസ്. ഇത് ഫുള്ള് അമ്പലം. ഭക്തിമാർഗം. ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോകണം. നല്ല വ്യൂ. അങ്ങനെ ഞങ്ങൾ ഇത് അടുത്ത അമ്പലത്തിൽ എത്തിയിട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ കേട്ടോ വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലം കേട്ടോ. നമ്മൾ ഈ നാലമ്പലമൊക്കെ ചുറ്റാൻ വേണ്ടി പോണ പോലത്തെ അങ്ങനത്തെ ഒരു അമ്പലം കേട്ടോ ഇത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് പെരുമാൾ കോവിലാണ്. ബാക്കി പറയൂ. ഭൈരവ വേറുണ്ട്, അവിടേക്ക് നമ്മൾ പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ പെരുമാളല്ലേ, പെരുമാൾ കോവിലേക്ക് പോകണം. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫോൺ അലൗഡല്ല. പുറത്ത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പോയതിൻ്റെ കൂടെ കടം തുറന്നിട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ച് കടയായിട്ടാ തുറന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനെ ഞാൻ പോകുമ്പോൾ നോട്ടിട്ട് വെച്ചിട്ട് വരുമ്പോൾ കാണാം. മാളു വേമായോ, എന്നിട്ട് വേണം ഒന്നും കൂടി നമുക്ക് വരാനും കൂടെ. ഇത് കണ്ട് മാള് കുഴന്ത പുറക്കും കല്യാണാവുന്നു. ആ അച്ഛമ്മ ഞങ്ങളോട് കോലിടാനാട്ടോ പറഞ്ഞത്. കോലിട്ടിട്ടുണ്ടെങ്കിൽ വേഗം കല്യാണം ആവും, പിന്നെ കുളന്ത പുറക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡല്ല.
ഞങ്ങള് പുറത്തുനിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത്ര തന്നെ. ഇത് വിഷ്ണുവിൻ്റെ അമ്പലമാട്ടോ. നമ്മുടെ ഇന്ത്യയിലുള്ള വിഷ്ണു ഭഗവാന്റെ ഫേമസ് അമ്പലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടുത്തെ എല്ലാ വിഗ്രഹങ്ങളും ഇവിടെ ഉണ്ട്. അടിപൊളി അമ്പലമാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ വന്നതിൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്പലമാട്ടോ ഇത്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 20 രൂപ കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഈ അച്ഛനെ നോട്ടിട്ടുണ്ട് പറഞ്ഞില്ല, എനിക്ക് ഞാൽപ്പഴം മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൽപ്പഴം മേടിച്ചു. ഈ ഒരു ക്ലാസ്സിന് 20 രൂപ കേട്ടോ ഇവിടെ. അങ്ങനെ ഞാൽപ്പഴം ഉപ്പും മുളകൊക്കെ ഇട്ട് വാങ്ങിച്ച് നേരെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനാണ് ഗൈസ് പോയത്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദാഹം മാറ്റാൻ, ക്ഷീണം മാറ്റാൻ എല്ലാവരും ഓരോ ഗ്ലാസ് കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഇത് 20 രൂപ കേട്ടോ ഒരു ക്ലാസ്സിന്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലെത്തിയിരിക്കുന്നു. അതുപോലെ നമ്മൾ തിരിച്ചു വരുമ്പോഴോ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇതെന്താ ഇതിന് പറയുന്നത്? ഭൈരവ ടെമ്പിൾ. ഈ അമ്പലം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അമ്പലം കേട്ടോ. ശിവൻ്റെ അമ്പലമാണ്. ഒരു പോസിറ്റീവ് എനർജി തന്നെ കേട്ടോ ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുക. അത് നിങ്ങൾക്കും അതേപോലെ തന്നെ ഉണ്ടാവും. അടിപൊളി അതിൻ്റെ ഉള്ളൊക്കെ കാണാനും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറച്ചേരം ഇരുന്നാൽ മതി വന്നിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ കേട്ടോ പോകുന്നത്. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഇരുന്നിട്ട് ആ ഓം നമഃ ശിവായൊക്കെ ചൊല്ലുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഓം നമഃ ശിവായൊക്കെ ചൊല്ലിയപ്പോൾ മനസ്സൊന്ന് ശാന്തമായി. ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചുറ്റോറൊക്കെ തൊഴുത് വലം വെച്ചു. ഇവിടെയും ഫോട്ടോ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തെടുക്കാം, അത് കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ഈ വീഡിയോയിൽ ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നതാണ് ഗൈസ്, എന്താ പറയുക, ഒരു മാരക ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടാണ് ഗൈസ്. നല്ല തിരക്കുള്ളതുകൊണ്ട് കുറച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടോ ഇറങ്ങി കയറാനൊക്കെ. തലൊക്കെ മുട്ടേണ്ട ഇതില്ല. അങ്ങനെ ചെറിയൊരു വഴിയും ചെറിയൊരു ഇതാട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പോയോ. അയ്യോ അണ്ടർഗ്രൗണ്ടിന്റെ എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ശിശു, അണ്ടർഗ്രൗണ്ടിന്റെ എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ചൂട്. ചൂട്. ഇനി ഒന്നും കൂടി ഇതിലൊക്കെ. ഓ, ഇതില് കയറാൻ പറ്റില്ല.
ചെക്കൻ വലിയ ഇതില് അങ്ങനെ അതാ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അടിപൊളി ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ പോയ 3 അമ്പലത്തിൽ ഏത് അമ്പലം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഈ മാസത്തെ അമ്പല ദർശനം കഴിഞ്ഞ് ഇത് ഞാൻ ജൂലൈ ലാസ്റ്റ് വീക്ക് എടുത്താൽ കേട്ടോ. ഇനി അടുത്ത മാസം വേറെ അമ്പലത്തേക്കൊക്കെ പോകണം. അപ്പോൾ നമുക്ക് റൂമിൽ പോവാം ഗൈസ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് പോയ അമ്പലത്തിലത്തെ കൂവ് എന്ന് പറഞ്ഞ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല, ഞങ്ങൾക്ക് നല്ല വിശക്കണോണ്ട് റൂം പോയാൽ മതി എന്നായിരുന്നേ. മീനിന് ബാർഗൻ ചെയ്യണം കേട്ടോ. ഏ 200 250 അതെന്താ 200 250 ആക്കി പെട്ടെന്ന് നമ്മൾ വേറെ അതന്നെ വേറെ $150 കിലോനാ പോരെ. അങ്ങനെ ഞങ്ങൾ 1 കിലോ മത്തി വാങ്ങിച്ചു കേട്ടോ. മത്തി കഴിക്കാൻ വേണ്ടി കുറേ ദിവസമായി പൂതിയിൽ നിൽക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മത്തി വാങ്ങിച്ചു. അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്, ഇവർക്ക് പൈസ കൊടുക്കണം. 1 കിലോ മത്തിക്ക് എത്ര 30 രൂപ ആയിരുന്നു. 40 രൂപ പറഞ്ഞത് 30 രൂപ ഞങ്ങളടുത്ത് വാങ്ങിച്ചുള്ളൂ. വീട്ടിൽ പോയി നന്നാക്കിയാൽ പോരേ എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് റൂമിൽ സൗകര്യമൊന്നും ഇല്ല കേട്ടോ. വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ. ചിക്കനൊക്കെ വാങ്ങിച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മീനിൻ്റെ സ്മെല്ലൊന്നും റൂമിൽ നിന്ന് പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നന്നാക്കി വാങ്ങിച്ചാട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയേക്ക് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസല്ല, ഷെയ്ക്ക് ഉണ്ടാക്കി കേട്ടോ പഴയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ 3 ആളും കൂടി കുടിച്ചു. നല്ല മത്തിക്കറിയും മത്തി പൊരിച്ചതും. അതെന്താ മീൻ വറുത്താല് അറിയില്ലല്ലോ. എന്താണ് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനെ കുറിച്ച് ഞാനല്ല ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് അഭിപ്രായം പറയുന്നുണ്ട്. പകുതി ഉണ്ടാക്കിയായിരുന്നു. അതെന്താ ടേസ്റ്റ് അറിയാലോ. അതായത് ഇനിയിപ്പോ എന്തെങ്കിലും കൂടി പോയി പറഞ്ഞു ഞങ്ങൾ അതിന് കൂടെ ഉച്ചാവും. അത് പറയും. മുളക് പൊടിയല്ലേ? അങ്ങനല്ല, തേങ്ങ അരക്കാണോ മുളക് പൊടിയോ? ഇത് വിഷ്ണു സ്പെഷ്യൽ മത്തിക്കറി അല്ലേ? നമുക്കൊരു തുടങ്ങിയാലോ ഹോട്ടല്? അത് നമ്മളോട് തെറ്റുണ്ടാവാൻ പോവാ. നിർത്തോ. ശിശിരന്റെ ചിക്കൻ പൊരിച്ചത് ഏനുണ്ട്? മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ജ്യൂസ് വെള്ളാക്കണ്ടേ? മാംഗോ മാംഗോ കോളം തോന്നുന്നുട്ടാ. മത്തി കൊളാക്ക് ചേച്ചിയെ ഇവിടെ പറഞ്ഞറിഞ്ഞ കൊളാക്കണോ? ഏട്ടാ കഷ്ടപ്പെട്ട് കുറച്ച് മത്തി പഠിച്ചാട്ടോ. അത് ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ചെന്നൈയിൽ വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഒരു 5 മാസം നിന്ന് മീനില്ല. പിന്നെ വന്നിട്ട് ഒരു 1-2 മാസം നിന്ന്. ചിക്കനാ
ചിക്കൻ മീനല്ലേ, മീന് പൂതിക്ക് ഇതാക്കല്ലേ. ഇപ്പൊ ഇൻസ്റ്റ തുറന്നാ ഫുള്ള് മത്തി, മത്തി പൊടിച്ചത് മത്തി, അങ്ങനെ മത്തി ഇങ്ങനെ അങ്ങനെ ആശിച്ച് നോയിച്ചിട്ട് മത്തി മേടിച്ചത്. എങ്ങനെ 150 രൂപ ഉണ്ട് ഇതിന്. ഇപ്പൊ എങ്ങനെ ചിക്കൻ മേടിക്കാണെങ്കിൽ ഇന്ന് വിഷ്ണുവേട്ടൻ സ്പെഷ്യൽ മത്തിക്കറി. അപ്പൊ വിഷ്ണുവേട്ടനാണ് അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി. നമുക്ക് മത്തി എടുത്ത് വെച്ചിരിക്കുന്നു ഗൈസ്. പൊരിക്കൽ മത്തി വേറെ സാധനമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലത്തല്ല. ഇങ്ങനെ ഉണ്ടാക്കാൻ പോയിട്ട് അപ്പ ഉപ്പ കറിയല്ലാന്ന് പറയും. എന്നിട്ട് വേണം അത് ഇതിലൊക്കെ നമ്മുടെ മത്തി ചട്ടിയിൽ കിടന്ന് ഉണ്ടാവുന്നു. പൊടിഞ്ഞു പോണ്ടല്ലോ ഇത്. അതെല്ലാം ഇളക്കണ്ട. ഇവിടെ ഉള്ളത് അർച്ചന പറഞ്ഞാൽ ഇതിന് മുളകിനൊക്കെ ഇവിടെ തൊട്ടൊന്നും കുടിച്ച് കളിക്കുന്നത്. എന്ത് ഞാൻ കയ്യിലൊന്ന് ജസ്റ്റ് നോക്കി എത്തി നോക്കി. അതിനാ നേരത്തെ ഇറക്കിട്ടായിരുന്നല്ലോ. അങ്ങനെ ഇതാ തല്ല് കൂടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ ഇതാ മത്തിക്കറി ഇതാ അവിടെ തിളച്ചുകൊണ്ടിരിക്കണേ. എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഫുൾ ഏട്ടനാണ്. ഞാനിതാ മത്തി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അവസാനം മത്തിക്കറിയൊക്കെ ശരിയായി. മത്തിക്കറിയിൽ ഏട്ടൻ വറവൊക്കെ ഇട്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ നാട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. പറയൂ. ഒന്നും പറയണില്ലല്ലോ. മീൻകറി ചിക്കൻ പൊരിച്ചത് മീൻ പുറത്ത് നല്ല രസം പറയൂ. ഫസ്റ്റ് കറി കൂട്ടി ചോറ് എന്താ പറയാ? ഞാൻ കഴിച്ചിട്ടില്ല. അല്ല ഒറ്റയടിക്ക് നമ്മളെ അഭിപ്രായം പറയുമ്പോ ടേസ്റ്റ് കിട്ടൂലോ. അതാ പറഞ്ഞ മത്തി മുളകിട്ടാലോ ഒരു ഇത്. ഞങ്ങളുടെ മത്തിക്കറിയാണ് കഴിച്ചത്. കണ്ടാ പറയില്ലെങ്കിലും മത്തിക്കറിയാണത്. വിഷ്ണുവേട്ടൻ സ്പെഷ്യൽ മത്തിക്കറി. അതെ, വിഷ്ണുവേട്ടന്റെ സ്പെഷ്യൽ മത്തിക്കറി. ജിസിയുടെ ടേസ്റ്റ് നോക്കിട്ട് അഭിപ്രായം പറ. ജിത്തട്ടാ എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടന്റെ മീൻകറി, മത്തിക്കറി? മുളകല്ല, മസാല. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ അമ്മ പാർക്കിലേക്ക് പോവാണ് ഗൈസ്. ആ, ഇതാണ് ഞങ്ങളുടെ അമ്മ പാർക്ക്. നിയർ ശിശുവിടെ? ശിശുവിനെ കാണാനില്ലല്ലോ കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നിരിക്കും. അടിപൊളി സ്ഥലം കേട്ടോ. കുട്ടികളൊക്കെ ഇതിൽ കയറി കളിക്കണുണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കയറാൻ വേണ്ടി തോന്നിയിട്ട് അപ്പോൾ ഞാൻ അർച്ചന ഇതിൽ കയറി സെറ്റ് ചെയ്ത സംഭവം. കുറേ കാലത്തിൻ്റെ ശേഷം ഇതിലൊക്കെ കയറുന്നത്. ഞങ്ങളിതിൽ കയറിയ ഗ്യാപ്പിൽ വിഷ്ണുവേട്ടനും അവിടെ ഊഞ്ഞാലമ്മ പോയിരുന്നു. അപ്പുറത്ത് അതാ സീതാട്ടനും ശിശിരി ഉണ്ട് ഊഞ്ഞാലാടനെ. ഞങ്ങളിതിൽ കുറേ നേരം കളിച്ചു പോയി കഴിഞ്ഞ് ഞാൻ വിഷ്ണുവേട്ടനെ ഇതിൽ കയറ്റിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള എല്ലാത്തിലും കയറി പൂണ്ട് വിളയാടി ഒരു വിധാക്കിട്ടോ. നടു ചവിട്ട് രണ്ട്, എന്നിട്ട് ഒരു കാലെടുത്തേക്ക്. പക്ഷെ ഏട്ടൻ നോക്കട്ടോ, മോന്തി കുത്തി വേണ കൈ. ഇതെന്തിനാണ് അവര്
പറഞ്ഞേ. രസമില്ലേ? അങ്ങനെ ഒരു 7 മണി 7:15 ആയപ്പോൾ ഞങ്ങൾ അർച്ചനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. പോണ വഴിക്ക് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാളീസിൻ്റെ കട ഉണ്ട്, അവിടെ കയറി. ഏട്ടൻ ജ്യൂസും ഞങ്ങൾ രണ്ടാളും ഷെയ്ക്കാട്ടോ കുടിച്ചത്. പോയിട്ടില്ല. എന്റെ ഭർത്താവിനൊക്കെ കൊണ്ടുപോയില്ല. ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്. കഷ്ടമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം എത്ര കാലം വന്നിട്ട് ഇത്ര വട്ടം വന്ന് ഒരു 5 മാസം വന്ന് പോയി, ഒരു 2 മാസം നിന്ന്, പിന്നെ ഇപ്പൊ വന്നിട്ട് 2 മാസം മിഞ്ചി പോയിട്ടില്ല. അത് വീഴും മോശമാണ്. ഇവിടെ ആവിൽ മിൽക്ക് പോയി, ഇവിടെ ആവിൽ മിൽക്ക് ഇട്ടില്ല. എന്നിട്ട് ശിശുര പറഞ്ഞോടായിരുന്നു അപ്പൊ ക്ഷമ അവിടെ ഉണ്ടല്ലോ, ഞാൻ കഴിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഇന്ത്യ പറഞ്ഞ ആളാണ്. മതി 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 മതി. ഷേക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. എല്ലാം ഏകദേശം പറ്റുന്ന പരിപാടി. ഞങ്ങളുടെ ഷെയ്ക്ക് മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഏട്ടനെ ഞങ്ങൾ രണ്ടാളും കൂട്ടി ചീത്ത പറയാണ് ഗൈസ്. അങ്ങനെ അതാ അവിടുന്ന് ഷെയ്ക്കും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൻ്റെ അടുത്ത് പോയി. ഇവരെ കമ്പനീൻ്റെ അടുത്താട്ടോ ഹോസ്റ്റൽ. അപ്പോൾ അർച്ചനെ അവിടെ ഹോസ്റ്റലിലാക്കി ടാറ്റിങ് കൊടുത്തത് ഏട്ടൻ്റെ കമ്പനി. ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ആയിട്ട് പിന്നെ കാണാൻ. ടാറ്റാ ബൈ ബൈ.